ഇപ്പൊ ചിലര് പറയുന്നുണ്ട് ഇവിടെ കോൺഗ്രസ് ജയിച്ചാലും ലീഗ് ജയിച്ചാലും CPM ജയിച്ചാലും ഒക്കെ മോഡിക്കെതിരാണ്. അതുകൊണ്ട് മോഡിക്കെതിരാണ് എന്നതുകൊണ്ട് ആര് ജയിച്ചാലും എന്താണ്? ഇല്ല, ആര് ജയിച്ചാലും ഒന്നല്ല. കാരണം കോൺഗ്രസിനെ പിന്തുണക്കുകയോ കോൺഗ്രസോ അധികാരത്തിൽ വരാൻ നിർബന്ധമാണ്. കാരണം ഇവിടെ CPM-ന്റെ ഭാഗത്തോളം അവർക്ക് എങ്ങാനും സീറ്റ് കൂടുതൽ കിട്ടിയാൽ, അവർ മത്സരിക്കുന്ന സീറ്റിൽ അവർ ജയിച്ചാൽ, അവർ അവിടെ ആ കിട്ടുന്ന സീറ്റ് കൊണ്ട് പിന്നീട് അവരുടെ അജണ്ട നടപ്പാക്കുകയാണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അവരുടെ ഭൂരിപക്ഷം കൊണ്ടാണ് ഗവൺമെന്റ് പ്രധാനമന്ത്രി ആരാവുക എന്നെ സംബന്ധിച്ചുകൊണ്ട് തർക്കം വന്നാൽ, മുസ്ലിം ലീഗ് ജയിച്ചാൽ കോൺഗ്രസിന് കലവറയില്ലാതെ പിന്തുണ കൊടുക്കും. രാഹുൽ ഗാന്ധി ആവുന്ന കാര്യത്തിൽ തർക്കമില്ല. CPM ആണ് അധികാരത്തിൽ വരുന്നത്, ഹംസയാണ് അധികാരത്തിൽ വരുന്നത്, വസീഫാണ് അധികാരത്തിൽ വരുന്നത്, ജയിക്കുന്നതെങ്കിൽ CPM-ന്റെ തിട്ടൂര പ്രകാരം 2-3 സീറ്റിനാണ് ഡൽഹിയിലെ ഭരണം എന്നുണ്ടെങ്കിൽ, കോൺഗ്രസ് അല്ലാത്ത, നെഹ്റുവിന്റെ കുടുംബമല്ലാത്ത ആര് വന്നാലും ഞങ്ങൾ പിന്തുണക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ക്രൈസിസിലാക്കുകയും ആ ഭരണം തകിടം മറിക്കപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയും ചെയ്യാവുന്ന തന്ത്രത്തിലേക്ക് ഈ CPM-ന്റെ 2-3 MP-മാർ കൊണ്ടുപോകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം അനുഭവിച്ചവരെ നമ്മൾ. കോൺഗ്രസ് തോറ്റാ മതി, മകൻ മരിച്ചിട്ടാണെങ്കിൽ വേണ്ടില്ല, മരുമോളെ കണ്ണീര് കണ്ടാൽ മതി എന്നൊരു അമ്മായിത്തള്ളക്ക് ഒരു ബുദ്ധിയുണ്ട്. അമ്മായിത്തള്ളയും മരുമോളും വലിയ പടക്കത്തിലാണ്. ഈ മരുമോൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ണീരാക്കണം. അതിന് പറഞ്ഞ ഇവള് കരയണമെന്നുണ്ടെങ്കിൽ എന്റെ മോൻ മരിക്കണം, ഇവളെ പുതിയാപ്പള മരിക്കണം. എന്റെ മോൻ മരിച്ചാലും വേണ്ടിയില്ല, മരുമോളെ കണ്ണീരൊന്ന് കണ്ടാൽ മതി എന്നാണ് ഇന്നും CPM-ന്റെ ഒരു കാലഘട്ടത്തിൽ. ഇവിടെ BJP ജയിച്ചാലും വേണ്ടില്ല, കോൺഗ്രസ് തോറ്റാ മതി. അങ്ങനെ കോൺഗ്രസിനെ തോൽപ്പിച്ചവരാണിവർ. കോൺഗ്രസ് മുഖ്യ ശത്രുവായി കണ്ടവരാണ്. 2 സീറ്റ് മാത്രമായിരുന്നു ഒരിക്കൽ BJPക്ക് ഉണ്ടായിരുന്നത്. വാജ്പേയി തോറ്റ തെരഞ്ഞെടുപ്പ്, BJP എടുക്കാത്ത നാണയമായി മാറപ്പെട്ട തെരഞ്ഞെടുപ്പ്. 2 സീറ്റ് BJPക്ക്. അന്ന് ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് BJPയെ മാറ്റിയത് രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തേക്ക് വാജ്പേയിയെ കൊണ്ടുവരുന്നതിൽ, അതുപോലെ തന്നെ ഇവിടെ കുറെ BJPയുടെ നേതാക്കന്മാരെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് അവരുമായി കൂട്ടുചേർന്നുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധ മുന്നണി ഉണ്ടാക്കിയത് CPM-ആണ്. അതുകൊണ്ട് ഏത് നിമിഷവും ഇവർ കോൺഗ്രസിനെതിരായി പാർലമെന്റിൽ വോട്ടിക്കും. നമുക്കത് പറ്റില്ല. അവിടെ BJPക്കെതിരെ രാഹുൽ ഗാന്ധി അല്ലാതെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ കാണുന്നില്ല. വേറെ എന്തെങ്കിലും കോൺഗ്രസ് ത്രിപുരയിലും അല്ല CPM ഇവിടെയും, ഇവിടെ കഴിഞ്ഞ പിന്നെ ഇവിടെ ഇല്ല. ഇവിടെ പൊന്നാനി മത്സരിക്കുന്നു അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ, വസീഫ് മത്സരിക്കുന്നു മലപ്പുറത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ. ഇവിടെ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ 1-2 സീറ്റ് ഉണ്ടെന്നല്ലാതെ പിന്നെ ഈ സാധനം ദുനിയാവിൽ എവിടെ ഇല്ല. അതിന് കോൺഗ്രസ് നമ്മൾ എങ്ങനെ ഒരുപോലെ കാണും? ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലുമുള്ള പാർട്ടി BJP കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ആണ്. BJP എടാന്ന് വിളിച്ചാൽ പോടാന്ന് പറയാവുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അവിടെ CPM-ന് കഴിയില്ല. കേരളത്തിലെ പിണറായി വിജയനെ കണ്ടിട്ടോ അല്ലെങ്കിൽ കേരളത്തിലെ ഹംസനെ കണ്ടിട്ടോ ഫാസിസ്റ്റ് വിരുദ്ധ കാര്യം പറഞ്ഞാൽ കേരളമല്ലല്ലോ BJP ഭരിക്കുന്നത്, ഡൽഹിയാണ്, ഇന്ത്യ ഭരിക്കുന്നത്. അവിടെ ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ, അവിടെ ഇന്ത്യയിൽ BJP-യോട് ഏറ്റുമുട്ടാൻ, RSS-നോട് ഏറ്റുമുട്ടാൻ കരുത്തുറ്റ 2ാം ശക്തി ഇന്ത്യയിൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് ആ കോൺഗ്രസിനെ കണ്ടിട്ട് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക എന്നല്ലാതെ ഒരു പ്രതീക്ഷയില്ലാത്ത കേരളം പൊന്നാനിയിലോ അല്ലെങ്കിൽ കേരളത്തിലെ കണ്ണൂരിലോ അവിടെ ഇവിടെ 1-2 മാർക്സിസ്റ്റുകാരെ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് BJPക്കെതിരെ മൂവ്മെന്റ് നടത്തുക? നമ്മൾ ഇവരെ രക്ഷിക്കുമെന്ന് എങ്ങനെ വിശ്വസിക്കുക? അവിടെയാണ് നാം പറയുന്നത് അവിടെ 1ാം സ്ഥാനം കൊടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. 2ാമത് കൊടുക്കേണ്ടത് കോൺഗ്രസിന്റെ പിന്തുണ കലവറയില്ലാതെ കൊടുക്കുന്ന മുസ്ലിം ലീഗാണ്. കാരണം മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് ഡൽഹി രാഷ്ട്രീയത്തിൽ തീരുമാനിക്കാനില്ല. പാണക്കാട് തങ്ങളും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഇരുന്നു കൊണ്ട്, അതല്ലെങ്കിൽ പിന്നെ VD സതീശനും സുധാകരനും എല്ലാം ഇരുന്നു കൊണ്ടുണ്ടാക്കുന്നത് തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടാവുക. വേറെ തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന വലിയ പ്രതീക്ഷ എന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗ് അല്ലാത്ത മറ്റൊരു ശക്തി ഇന്ത്യയിൽ നമ്മൾ കാണുന്നില്ല. അപ്പൊ ഇവിടെ കോൺഗ്രസ് ആണ്. സമദാനി മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിലാണ് എന്നത് കോൺഗ്രസ് മുന്നണിയിലാണ്. അപ്പൊ ചിലർ ചോദിക്കും, ഇന്ത്യ മുന്നണിയിലുണ്ടല്ലോ CPM. ഞാൻ